അതായത് 12-ാം തീയതി നമുക്കൊരു കോൾ വരിക, UID ഹെഡ് എന്നാണ് എന്നും പറഞ്ഞുകൊണ്ടൊരു കോൾ വന്നു. അപ്പോൾ നമ്മൾ UID ഹെഡ് എന്നല്ല പറയുന്നത്, സ്വാഭാവികമായിട്ട് നമ്മൾ അതോറിറ്റിയാണെന്ന് വിചാരിച്ച് നമ്മുടെ അവർ പറഞ്ഞ സംഭവം ചെയ്ത് കൊടുത്തു. അതിന് ഡെസ്ക് കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്, ഡെസ്ക് കണക്ട് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ 10K, അതായത് 10,000-ന് മുകൾക്ക് എൻറോൾമെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വെരിഫിക്കേഷൻ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു. നമ്മൾ സ്വാഭാവികമാണ്, ഓപ്പറേറ്റർ ആയതാണ് നമ്മുടെ നമ്പർക്കാണ് കോൾ വന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കണക്ട് ചെയ്ത് കൊടുത്തു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ശേഷം അതിനകത്ത് എന്തൊക്കെ അവർ ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തതല്ല. കാരണം എന്തിനകത്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നീട് 31-ാം തീയതി നമ്മുടെ പ്രൊജക്റ്റ് ഓഫീസിൽ നിന്ന് മെയിൽ വന്നപ്പോഴാണ് നമ്മളിതിങ്ങനെ സംഭവിച്ചു എന്നറിയുന്നത്. അതാണ് സംഭവം. മെയിലിനകത്ത് ഇങ്ങനെ ഒരു 30 സംതിങ് ആധാറിൻ്റെ കേസുകൾ ഇങ്ങനെ പുറത്ത് നിന്ന് ചെയ്തിട്ടുണ്ടായിട്ട് നിങ്ങളുടെ മെഷീനിലൂടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞോട് മെയിൽ വന്നു. പക്ഷേ നമുക്കുള്ളൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീനകത്ത് ചെയ്തതല്ല എന്ന് വ്യക്തത ഉണ്ട്. കാരണം അവർ ചെയ്ത എൻറോൾമെൻറ്റ് സമയവും ഡേറ്റും ഇതൊക്കെ നോക്കും, നമ്മളിൽ സമയം നോക്കുമ്പോൾ മാച്ചല്ല. പക്ഷേ നമ്പർ സെയിം ആണെങ്കിലും ഒന്നുമായി മാച്ചല്ല. അവർ വേറെ എവിടെയോ ചെയ്തിട്ട് നമ്മുടെ ഇതിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് സംശയം. അത് നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ. മെയിൽ 31-ാം തീയതി നമ്മൾ പരാതി കൊടുത്തു. അത് അന്ന് 2 ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ട്, കാരണം 31-ാം തീയതി 1-ാം തീയതി 2-ാം തീയതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുകയാണല്ലോ. ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഇവിടെ തുണ വഴി അപ്ലിക്കേഷൻ കൊടുത്തു, സൈബറിൻ്റെ ഇതിൽ അപ്ലിക്കേഷൻ കൊടുത്തു ചെയ്തു. അതാണ്. ഈ സമയത്ത് അവിടെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഉച്ച സമയത്തായതുകൊണ്ട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഈ കോൾ അറ്റൻഡ് ചെയ്തൊക്കെ സ്റ്റാഫാണ്. അതായത് ഓപ്പറേറ്റർ നമ്പർക്കാണ് കോൾ വന്നത്, അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർ നമ്പറിന് സ്റ്റാഫാണ് അറ്റൻഡ് ചെയ്തത്. അവർക്ക് പ്രൊജക്ട് ഓഫീസ് അവർക്ക് വിവരം വന്നുകൊണ്ടാണ്. അതിപ്പോൾ ഇത് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണല്ലോ അതൊക്കെ അറിയുന്നത്. ഒരു ഓഫീസിൽ നിന്ന് ഇപ്പോൾ UID സ്റ്റേറ്റ് കൊടുത്തു, സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് വന്നതിന് ശേഷമല്ല നമ്മൾക്ക് അറിയുന്നത്. അതിൻ്റെ ശേഷമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ. ഈ എനി ഡെസ്ക് കൈകാര്യം ചെയ്യാൻ അറിയുന്ന സ്റ്റാഫ് അല്ലായിരുന്നോ? ആയിരുന്നു. അറിയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ സംശയം ഉണ്ടായിരുന്നു എന്തിനാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ഇവർ വിളിച്ച ആൾ കുറച്ച് റഷിൽ, അതായത് ഒരു ഒഫീഷ്യൽ എന്നുള്ള ലെവലിൽ, നിർബന്ധിതം എന്നുള്ള ലെവലിലാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് നമ്മൾ അവരുടെ സംസാര ടോണുകൾ ഒഫീഷ്യൽ എന്നുള്ള ലെവലിലാണ്. ഹിന്ദിയാണ് സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂർ, ഡൽഹി വരുമ്പോൾ ഹിന്ദിയാണല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അവർ കോള് വന്നപ്പോഴാണ് മെയിൽ വന്നപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞത്. ഇതിന് മുന്നേ അങ്ങനെ നടന്ന വിവരം നമ്മൾ ഓഫീസിലൊക്കെ അറിയിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഇതേപോലെ സംഭവം നടന്നിട്ടില്ലല്ലോ. നമ്മുടെ ഓഫീസിൽ നിന്നാണ് വന്നത്, പ്രൊജക്ട് ഓഫീസിൽ നിന്ന്. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. കാരണം സൈബറിൻ്റെ രൂപത്തിൽ അവർ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഷനുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാവരും വിശദമായിട്ട് അന്വേഷിക്കുന്നത്. നമുക്ക് ഉറപ്പാണ് നമ്മൾ ചെയ്തിട്ടില്ല, 100% നമുക്ക് ഉറപ്പാണ്. എങ്ങനെ, അതായത് തിരൂർ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വന്നിരുന്നു. പിന്നെ അതുപോലെ തിരൂർ കൂടെ CSR ഇങ്ങോട്ട് വിളിച്ചു, അന്വേഷിപ്പിച്ചു. അതുപോലെ ഇൻ്റലിജൻസിൻ്റെ ടീം വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ടീമുകൾ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഓഫീസിൽ വന്ന് അവർ അവർ മലപ്പുറത്ത് നിന്നാണ് പറഞ്ഞത്. വിശദമായിട്ട് പിന്നെ അവർ ചോദിച്ചിട്ടില്ല. ഒരു ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞു. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെൻറ്റർ ഏകദേശം 2022 ബെസ്റ്റ് ഓപ്പറേറ്ററായി, കേരളത്തിലെ നമ്പർ 1 ബെസ്റ്റ് ഓപ്പറേറ്ററായി പ്രഖ്യാപിച്ച സെൻറ്ററാണ്. ഒരുപാട് എൻറോൾമെൻറ്റ് നടക്കുന്ന സെൻറ്ററാണ്. അതുകൊണ്ടായിരിക്കാം നമ്മളെ ചൂസ് ചെയ്തതെന്നാണ് സംശയം. കാരണം ഇപ്പോഴും നടന്ന 100-150 എൻറോൾമെൻറ്റ് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റാറുണ്ട് ചില ദിവസങ്ങളിൽ. അത്രയും എൻറോൾമെൻറ്റ് ഫാസ്റ്റായിട്ടും വൃത്തിയിലും നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർ നമ്മളതിനെ ചൂസ് ചെയ്തതാണ് സംശയം. തിരക്കിൻ്റെ ഇടയ്ക്ക് അറിയില്ല, തീർച്ചയായും കൊടുത്തിട്ടുണ്ട്. അത് 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയിട്ട് അന്ന് അതിൻ്റെ തുടർച്ച തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ മാത്രമല്ല CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വെച്ചു. അതാണ് ഇതിൻ്റെ വിഷയം.